ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാനാണെങ്കിൽ നല്ല ഹെൽത്തിയും സോഫ്റ്റുമായിട്ടുള്ള ഒരു ലൈറ്റ് ഫുഡ്, ഇസ്രായേലിലെ വെരി ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് കുസ്കുസ്. അപ്പോൾ ഈ കുസ്കുസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 2 പാക്കറ്റ് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ 3 തരം കുസ്കുസ് നിങ്ങൾക്ക് കാണാം. തരികൾ വലിയ തരിയായിട്ടുള്ളത്, മീഡിയം സൈസ്, പിന്നെ അതിൻ്റെ സ്മോൾ സൈസ്. ഞാൻ മീഡിയം സൈസാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗം കാണാം. അവിടെ നന്നായി നോക്കിയിട്ട് മീഡിയം സൈസ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഇവിടെ കഴിക്കുന്നതാണ്. പലതരത്തിലും ഇത് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആവിയിൽ വെച്ച് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഓവൻ്റെ അകത്ത് വെച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഞങ്ങൾ സാധാരണ ഇവിടെ ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡാണ്. 2 പാക്കറ്റ് കുസ്കുസ് ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ച് എയർ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പം ചില ആൾക്കാർ ട്രഡീഷണലായിട്ട് ചെയ്യുന്നത് ആവിയിൽ ആവി കയറ്റി, നമ്മൾ പുട്ടിന് ആവി കയറ്റുന്ന തൊട്ട് വലിയൊരു പാത്രത്തിൽ നമ്മൾ ചെമ്പിൽ വെച്ച് ആവി കയറ്റുന്ന തൊട്ടാണ്. അപ്പോൾ ഇതുപോലെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഓയിൽ, ഇത്രയും സാധനമാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. ഇത്രയും സാധനം ഇടുന്നത്. പിന്നെ ചൂടുവെള്ളം, നന്നായി തിളച്ച ചൂടുവെള്ളം, ഞാനൊരു 4 കപ്പ് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് കുസ്കുസിലേക്ക് നമുക്ക് ആദ്യമായിട്ട് ഉപ്പിടാം. ഉപ്പം നമുക്ക് ഇപ്പോൾ ഒരു ടീസ്പൂണാണ് ഇടുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇടാമേ. പിന്നെ മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി ആവശ്യമുള്ളവർക്ക് ഇടാം, അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാതെയും ഉണ്ടാക്കാം. അതുപോലെ കുരുമുളക് പൊടി, ഓയിൽ ഒരു 1/4 കപ്പ് ഓയിൽ, ഞാൻ അതുകൊണ്ട് കാണാൻ വേണ്ടിയാണ്, അത്രയും മതിയേ. എന്നിട്ടിത് നന്നായി നമ്മൾ ആദ്യം മിക്സ് ചെയ്യുക. പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായി കുസ്കുസും നന്നായി മിക്സ് ചെയ്ത് നമ്മൾ പറയത്തില്ല, നനഞ്ഞ് വരുന്നൊരു ഫോർമാറ്റ് ഇതുപോലെ വരുവേ. നമ്മൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതിൻ്റെ അകത്തേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവേ. അപ്പം നന്നായി കുറച്ച് ആദ്യം ചൂടുവെള്ളം കുറച്ചൊഴിച്ച് അത് ഫുള്ളും അതിലേക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണേ. അതിനുശേഷം നമുക്കതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച്, അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4 കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായി അതിൻ്റെ മൂടി നന്നായി കവർ ചെയ്യണം. എയറൊന്നും പുറത്ത് പോകാതെ, ചൂടൊന്നും പുറത്ത് പോകാതെ. എന്നിട്ട് ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ച് വെക്കുക. ഇങ്ങനെ അടച്ച് വെക്കുക. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് അടച്ച് വെച്ച് ആദ്യത്തെ 1-1.5 മിനിറ്റിനുള്ളിൽ നമ്മളിതൊന്ന് ഇളക്കി വെക്കണം. അത് മസ്റ്റാണ്, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകും. പിന്നെ നമ്മളിങ്ങനെ കുഴക്കട്ട പോലെ ആവേ. ആദ്യത്തെ 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളിതൊന്ന് ഇളക്കുക. അതാണ് ഇതിൻ്റെ മസ്റ്റായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പിടിച്ചിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ് കുസ്കുസ്. അപ്പം ആ ഇളക്കുന്ന സമയത്ത് മറാക്ക് ഓഫ് എന്ന് പറയുന്നൊരു പൊടി നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. ഇവിടെ ഇസ്രായേലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. മറാക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഇടുന്നത് ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലിടാം. ഇത് എന്നാൽ കുസ്കുസ് കുറച്ചും കൂടി ടേസ്റ്റ് വരാൻ നല്ലതാണ്. അപ്പോൾ ഒരു സ്പൂൺ നമ്മളതിൻ്റെ അകത്തിട്ട് നന്നായി ഇളക്കുക. ആദ്യത്തെ 1 മിനിറ്റിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. നന്നായി ഇളക്കി വെക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ അകത്തൊന്ന് കലക്കിയിട്ട് ഇടുന്നത് നല്ലതായിരിക്കും. നന്നായി ഇളക്കി അടച്ച് വെക്കുക. ഇനി നമുക്കൊരു 4 മുതൽ 5 മിനിറ്റ് വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആദ്യത്തെ മിനിറ്റിൽ ഇളക്കുന്നത് മസ്റ്റായിരിക്കണം. പിന്നീട് നമ്മൾ ഇതുപോലെ അടച്ച് എയർ ടൈറ്റായിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഈസിയുമാണ്, നമുക്ക് ഉണ്ടാക്കാനും നല്ല സുഖമുള്ളൊരു കാര്യമാണ്. കണ്ടില്ലേ, ഞാൻ ആദ്യം 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി. നന്നായി ഇത് വിട്ട് കിടക്കുക, നന്നായി വിട്ടിങ്ങനെ കിടക്കുന്നുണ്ടല്ലേ, കട്ടയൊന്നും പിടിച്ചിട്ടില്ല, നല്ല വൃത്തിക്ക് തന്നെ ആയിട്ടുണ്ട്. അപ്പം ഇത് ഇസ്രായേലിലൊരു കോമണായിട്ട് നമ്മൾ കുസ്കുസ് മറാക്കും എന്ന് പറഞ്ഞാൽ സൂപ്പും ഇതായിട്ട് നമ്മൾ കാണുന്നതാണ്. നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇത് നിങ്ങൾ ഉണ്ടാക്കുക വീട്ടിൽ. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കുസ്കുസ് ഉണ്ടാക്കി നിങ്ങൾ കുസ്കുസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എംപ്ലോയർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.